വലിയ പുസ്തകത്തിൻ്റെ ഓരോ ഏടുകൾ തുറക്കാൻ എൻ്റെ കൂടെ സാധിക്കുകയുള്ളൂ. കാരണം വാക്കുകൾക്കപ്പുറമാണ്. അതിലും നമ്മൾ സ്വപ്നം കാണുന്ന പലതും പ്രാവർത്തികമാക്കിയ ഒരു വലിയ മനുഷ്യനാണ് മുന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ അതൊരു അനൗചിത്യമായിരിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ആശയങ്ങൾ രാമേട്ടനോട് ചോദിക്കുമ്പോൾ രാമേട്ടന് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ളതൊക്കെ ഇവിടെ പറയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ രാമേട്ടൻ്റെ പുസ്തകം വായിച്ചു. പുസ്തകത്തിൽ തന്നെ പുസ്തകം വായിക്കുന്നവരിലേക്ക് മാത്രമേ ഒരു പക്ഷേ അത് എത്തുള്ളൂ. പക്ഷേ ഇതുപോലത്തെ വേദികളിലാവുമ്പോൾ കുറേ കൂടി പുറം ലോകത്തേക്ക് എത്തിക്കുന്നുള്ളതാണ്. രാമേട്ടൻ ഇപ്പം നിൽക്കുന്നത്, പത്മശ്രീ നിൽക്കുന്നത് നെല്ലുകളുടെ അച്ഛനായിട്ടാണ്. അവിടെ തുടങ്ങാം. ഒരു 20 വർഷം മുമ്പ് രാമേട്ടൻ്റെ കയ്യിൽ കേവലം 6 നെൽവിത്തുകളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ സമയം കൊണ്ട് അത്യപൂർവമായിട്ടുള്ള ഇത് 50ഓളം നെൽവിത്തുകൾ സ്വന്തമാക്കിയിട്ട് നിൽക്കുന്നു. ഇതിലേക്കുള്ളൊരു പ്രവണത, ഈ നെല്ല് ശേഖരണത്തിലേക്ക് വരാനുള്ള ആ സാഹചര്യം ഒന്ന് എല്ലാവർക്കും വേണ്ടി പറയാമോ? അതായത് നമുക്കറിയാം ഹരിത വിപ്ലവം. എപ്പോഴാണ് ഹരിത വിപ്ലവം തുടങ്ങിയത്? ഹരിത വിപ്ലവം നമുക്ക് ചെയ്തിട്ട് നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ സംഭാവനകൾ എന്തായിരുന്നു സമൂഹത്തിന്? അതായത് പ്രകൃതിപരമായ വിത്തുകൾ, പ്രകൃതിയുടെ വരദാനമായി കിട്ടിയ വിത്തുകൾ എന്തെങ്കിലും നമുക്ക് അവശേഷിക്കുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് പരിശോധിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് 1978 മുതൽ എനിക്ക് ഈ ചിന്താഗതി വരാൻ തുടങ്ങിയത്. ഇന്നല്ല, 1978 മുതൽ എനിക്ക് വരാൻ തുടങ്ങിയത്. കാരണം പൈതൃക നെൽവിത്തുകൾ അല്ലെങ്കിൽ പൈതൃകമായ പ്രകൃതി വരദാനമായി തന്നിട്ടുള്ള, എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പ്രകൃതി തന്നിട്ടുള്ളത് അല്ലെങ്കിൽ പരമ്പരാഗതമായി തന്ന് കിട്ടിയിട്ടുള്ളത് അമൃത് പാൽപ്പായസമായിരുന്നു. അമൃത് പാൽപ്പായസമായിരുന്നു നമുക്ക് സംഭാവനയായി പുതുതലമുറ അല്ലെങ്കിൽ പഴയ തലമുറ നമുക്ക് തന്നിട്ടുള്ള സംഭാവന എല്ലാ അർത്ഥത്തിലും. പക്ഷേ അച്ഛനും ഇല്ല അമ്മയില്ലാതെ ഒരു കുഞ്ഞുണ്ടാവുമോ? ഉണ്ടാവുന്നു. അതാണ് നമ്മുടെ ചരിത്രം ഇപ്പോഴത്തെ, അല്ലേ? ശരിയാണോ? അമ്മയും അച്ഛനും ഇല്ലാതെ ഒരു കുഞ്ഞുണ്ടാവുക. അപ്പം അങ്ങനെ ആ അച്ഛനും അമ്മയും ഇല്ലാതെ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനെ ആരാണ് സംരക്ഷിക്കുക? ആരാണ് സംരക്ഷിച്ച് നോക്കുക? ആരും ഉണ്ടാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നെൽവിത്തുകൾ, അമ്മാവനുള്ളപ്പോൾ 5-6 തരം നെൽവിത്തുകൾ ഉണ്ടായിരുന്നു 78-ൽ. മാത്രമല്ല 78-ൽ ഞാൻ രാസവളവും കീടനാശിനിയും പ്രയോഗിച്ചപ്പോൾ നമ്മുടെ മണ്ണിൽ കണ്ട മിത്രവും ശത്രുക്കളും എല്ലാം നശിച്ചു പോയത് കൊണ്ട്, മുഴുവൻ കൊന്നൊടുങ്ങിയത് കൊണ്ട് ഞാൻ അന്ന് കീടനാശിനിയും നിരോധിച്ചു എൻ്റെ പാടത്ത്. അന്ന് ഞാൻ ഇനി കീടനാശിനി ഉപയോഗിക്കില്ല എന്ന് ശപഥം ചെയ്തു. ഇപ്പോഴും കീടനാശിനി ഉപയോഗിക്കുന്നില്ല, കളനാശിനി, കീടനാശിനി. അങ്ങനെ ഞാൻ പിന്നെ ഘട്ടങ്ങളായിട്ട് ഇപ്പോൾ 65ഓളം നെൽവിത്തുകൾ കൃഷിയെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ നെൽവിത്തുകളൊക്കെ തന്നെ ഓരോ സെൻറ്റിലാണ് ഓരോ വിത്തുകൾ കൃഷിയെ സംരക്ഷിക്കുന്നത്. അത് മറ്റേയാൾക്ക് ഞാൻ 1/2 കിലോ 1 കിലോ വെച്ച് കൊടുത്താൽ അതിന് പൈസ അല്ല വാങ്ങുക, അവർ കൃഷി ചെയ്ത് എൻ്റെ തിരിച്ചു കൊടുത്ത് തരിക. ഇതാണ് ഉദ്ദേശം. അപ്പം നിങ്ങൾ ചോദിക്കും, രാമേട്ടൻ എപ്പോഴാണ് ഇത് ചെയ്യാൻ തോന്നിയതല്ല. വയനാട്ടിലെ കുറിച്യ വിഭാഗമായ ഞങ്ങൾ പരമ്പരാഗതമായി വലിയൊരു കർഷകരാണ്. വലിയ കർഷകർ എന്ന് പറഞ്ഞാൽ വലിയ കർഷകരാണ്. കാരണം 10-30 ഏക്കർ നെൽപ്പാടങ്ങളുള്ള ആളുകളാണ് ഞങ്ങൾ. അതുപോലെ തന്നെ 10, 200, 300 നാടൻ കന്നുകാലി ഉണ്ടാവും. എരുമ, പോത്ത്, കാള, പശു എന്ന് വേണ്ട 10, 50, 60 ലിറ്റർ വരെ കറക്കാൻ പറ്റുന്ന പശുക്കിടാങ്ങളുണ്ടാവും തൊഴുത്തിൽ. പക്ഷേ 1 ലിറ്ററേ കിട്ടുള്ളൂ. എന്നാലും 10-30 എണ്ണുണ്ടാവും പ്രസവിച്ച് തൊഴുത്തിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളൊരു വിഭാഗമാണ്. മാത്രമല്ല ഞങ്ങൾ ചികിത്സയിലും മിടുക്കന്മാരാണ്. എല്ലാ ചികിത്സയും നടത്തും. ഏത് ചികിത്സയും ഞങ്ങൾ ഏറ്റെടുക്കാനും തയ്യാറാണ്. കാട്ടിലെ പച്ചമരുന്നുകൾ മാത്രമല്ല അത് ഒരു ഭാഗം. മറ്റൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഗോത്രവർഗം എന്ന് പറയുന്നത് വനവാസികളാണ്. ഞങ്ങൾ വനത്തിലാണ് ഞങ്ങളുടെ ജീവിതം, നഗരത്തിലല്ല. അപ്പം അതുകൊണ്ട് തന്നെ
വനത്തിൻ്റെ രൂപവും ഭാവവും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഈ പറഞ്ഞ നെൽവിത്തുകൾ, പരമ്പരാഗതമായ നെൽവിത്തുകൾ മാത്രമല്ല, റാഗി, മുത്താറി, ചാമ, തെന. ഇപ്പം എനിക്കൊരു 30-40 സെൻറ്റ് ഭൂമിയിൽ, വയലിൽ മുത്താറി കതിരായി വന്ന് നിൽക്കുകയാണ് രാഗി. നെല്ല് മാത്രമല്ല, മുത്താറിൻ്റെ റാഗിയുടെ കൃഷിയും ഉണ്ട്, അതും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഭാവിയിലെ നമ്മളെ കുട്ടികൾക്ക്, അതിനിപ്പോൾ ആദിവാസി ആയിക്കോട്ടെ, ഇനി ഏത് വിഭാഗമായിക്കോട്ടെ, ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവൻ ജീവിക്കാൻ പര്യാപ്തമായ വിദ്യാഭ്യാസമല്ല നമ്മളിന്ന് പാഠ്യപദ്ധതിയിലുള്ളത്. ഉണ്ടോ? ഇല്ല. കാരണം അവന് കൃഷിയെപ്പറ്റി അവൻ അറിയില്ല, പ്രകൃതിയെപ്പറ്റി അറിയില്ല, വിത്തുകളെ പറ്റി അറിയില്ല, എന്തെല്ലാം വിത്തുകളുണ്ടെന്ന് അറിയില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾ പഠിക്കാനുള്ളതെന്നറിയോ? ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ പഠിക്കാനുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? കഴിഞ്ഞ വരെ നിങ്ങളൊരു പത്രത്തിൽ കണ്ടു കാണും, ഒരു അമ്മയും 2 കുട്ടികളും കൂടി ട്രെയിനിൻ്റെ മുന്നിൽ തലവെക്ക മരിക്കുന്നത്, അല്ലേ? ഉണ്ടായില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തൊഴിൽ പഠിച്ചു കഴിഞ്ഞ് ഏത് തൊഴിലെടുക്കാൻ തയ്യാറായി പഠിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ ഒരു വിഷമമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? എല്ലാ തൊഴിലും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിദ്യാഭ്യാസം മാത്രം പോരാ, എല്ലാ തൊഴിലും നമ്മൾ ചെയ്യാൻ പഠിക്കണം. അത് സ്നേഹിക്കാൻ പഠിക്കണം, ആ തൊഴിലിനോട് സ്നേഹം കാണിക്കണം, കൂറ് വേണം, സ്നേഹം വേണം. ഉണ്ടെങ്കിൽ ജീവിക്കാൻ ഒരു വിഷമമില്ല. അപ്പം അങ്ങനെയുള്ള എല്ലാ തൊഴിലും പഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കാരണം കൃഷിപ്പണി മാത്രമല്ല, ഡ്രൈവിങ്, പിന്നെ അതുപോലെ തന്നെ പാറമട, കുക്കുപണി. ഇനിയിപ്പോൾ ഒരു കുഞ്ഞിനെ ഒരു വീട്ടിലൊരു അമ്മയായി, ഒരു ആയായി നിൽക്കണമെന്നെങ്കിൽ അതും തയ്യാറാണ്. ഞാൻ പറയില്ലേ, അമ്മയോട് പറയാൻ, നിങ്ങൾ പ്രസവിച്ച് തന്നാൽ മതി, ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ എല്ലാ തൊഴിലും, ഡ്രൈവിങ്, റബ്ബർ ടാപ്പിങ്, പുൽത്തൈലം വാറ്റുക, യൂക്കാലി വാറ്റുക, കൃഷിപ്പണി എടുക്കുക, ഡ്രൈവിങ് ചെയ്യുക എന്ന് വേണ്ട സർവത്ര ജോലികളും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായില്ലേ? എനിക്കങ്ങനെ ചെയ്യുന്നതിന് ഒരു മടിയുമില്ല, ഞാൻ ചെയ്യുകയും ചെയ്യും ഇപ്പോഴും. പക്ഷേ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഈ മടിയന്മാരായതുകൊണ്ടാണല്ലോ ബംഗാളികൾ വന്നിട്ട് ഈ നാട് മുഴുവൻ ബലസുന്നത്, അല്ലേ? ഇല്ലെങ്കിൽ എവിടെ നോക്കിയാലും ബംഗാളിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, അവിടെ സ്വദേശികളായിട്ടുള്ള ആളുകൾ മുഴുവൻ പുറത്തും വിദേശികളായിട്ടുള്ള ആളുകൾ വന്ന് ഇവിടെ പൈസ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലേക്ക് എന്നെ തിരിച്ചു വരാം. 60 തരം നെൽവിത്തുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ 6 മാസം മൂപ്പുള്ള, അതായത് 180 ദിവസം വേണം ഒരു വിളവെടുക്കാനുള്ള സമയം ഒരു വിത്തിന്. മറ്റേ വിത്തിന് 150 ദിവസം വേണം, മറ്റു വിത്തിന് 120 ദിവസം വേണം, 90 ദിവസം. ഇങ്ങനെയുള്ള വിത്തുകളാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഊർജം തരുന്നതും ആരോഗ്യപരമായിട്ടുള്ളത് ഏത് വിത്താണ്? കുട്ടികളുടെ ചോദ്യമാണ്. ഇപ്പം നമുക്കറിയാം, 7ാം ക്ലാസ്സിലൊരു പാഠപുസ്തകത്തിൽ വിത്തെന്നൊരു മഹാ അത്ഭുതം, അല്ലേ, കുട്ടികൾക്ക് പാഠ്യപദ്ധതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പിന് അങ്ങനെ ഒരു തോന്നൽ, ബുദ്ധി വന്നത്, വിത്തൊരു അത്ഭുതം തന്നെയാണെന്ന്. വിത്തൊരു അത്ഭുതമാണല്ലോ. വിത്തില്ലെങ്കിൽ പിന്നെ പ്രകൃതി ഇല്ലല്ലോ. വിത്തില്ലെങ്കിൽ പ്രകൃതി ഇല്ല. പ്രകൃതി ജീവൻ എന്ന് പറയുന്നത് ഇവിടെ കോടാനുകോടി വിത്തുകളുടെ ജീവനാഡിയാണ് പ്രകൃതി. അത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ വിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം വിത്തിൽപ്പെട്ടതാണ്. വിത്തുകൾ ഞാൻ മാത്രമല്ല സംരക്ഷിക്കുന്നത്, പ്രകൃതി സംരക്ഷിക്കുന്നുണ്ട്. വിത്ത് പാവുന്നുണ്ട്. കാരണം കാറ്റിൽ കൂടി, കാറ്റിൽ കൂടി, വെള്ളത്തിൽ കൂടി, പക്ഷിയിൽ കൂടി, മൃഗങ്ങളിൽ കൂടി ഒക്കെയാണ് ഈ പ്രകൃതിയിൽ വിത്തുകൾ പാവുന്നത്. ഞാൻ മാത്രമല്ല, പക്ഷികളുണ്ട്, അതിന് പക്ഷികൾ വിത്ത് പാവുന്നുണ്ട്, മൃഗം വിത്ത് പാവുന്നുണ്ട്, വായിൽ കൂടി വിത്ത് പാവുന്നുണ്ട്, വെള്ളത്തിൽ കൂടി വിത്ത് പാവുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് തനതായി പ്രകൃതി തന്നെ വിത്ത് പാവുന്നുണ്ട് സ്വയം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീട് നോക്കൂ, ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കും, നിങ്ങൾ കാണാപ്പെടാത്ത മരങ്ങൾ ഇവിടെ വളർന്നു കാണും. ആ വിത്ത് എവിടെ നിന്ന് വന്നു? അതേ വിത്ത് എവിടെ നിന്ന് വന്നു? അങ്ങനെ ഇവിടെ ഇപ്പം വനവൽക്കരണം നടക്കുന്നുണ്ടല്ലോ. ജൂൺ 5 പരിസ്ഥിതി ദിനം, 5 തൈ. നിങ്ങൾ തൈ നടാനൊന്നും പോകണ്ട, നട്ട തൈന് ഇടങ്ങാറാക്കാതെ മതി. ഏത് പ്രകൃതി വിത്തുകൾ പായിട്ടുണ്ട്, ആ വിത്തിനൊന്നും ചെയ്യാതിരുന്നാൽ മതി. നിങ്ങൾ തൈ നടാനൊന്നും പോകണ്ട, തൈ നട്ട് അതിൻ്റെ മുകളിൽ മൂത്രമൊഴിക്കാനും പോകണ്ട. ഇവിടെ തൈ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, പ്രകൃതിയിടും, പ്രകൃതിക്ക് ആവശ്യമാണത്. നിങ്ങൾ നശിപ്പിക്കാതിരുന്നാൽ മതി.
ആ ഇപ്പം ഭയങ്കര ഒരു എന്താ പറയുക എല്ലാവരും തൈ നടുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതൊരു ഉദ്ഘാടനമാണ്. ഭയങ്കര ഉദ്ഘാടനം. എന്താ ഉദ്ഘാടനത്തിൻ്റെ പവർ എന്നല്ല കാണണ്ടേ? ഒരു ഒറ്റ തൈ ഇല്ലേ ഈ ഉദ്ഘാടനം ചെയ്ത തൈയൊന്നും ഉണ്ടോ? ഞാൻ ഇവിടെ 45 വർഷമായില്ലേ ഈ പരിസ്ഥിതി നാട്ട്. ഇവിടെ എവിടെയെങ്കിലും ഇവിടെ 45 വർഷം നട്ട മരങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? അവിടെ ഒന്ന് കാണിച്ചു തരാമോ? അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിത്തുകളൊക്കെ ഭൂമിയിൽ ഇല്ലെങ്കിൽ നമുക്ക് ജീവനില്ല. എന്തെല്ലാം വിഷയങ്ങളെന്നറിയോ? ഇന്നലെ ഞങ്ങൾ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റിയുള്ള ചർച്ചയായിരുന്നു. എവിടെ യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞാൽ തീരാത്ത വ്യവസ്ഥകളുണ്ട്. അതുകൊണ്ടാണ് കാലാവസ്ഥ മാറുന്നത്. പറഞ്ഞാൽ തീരില്ല അത്രയും പ്രതിസന്ധികൾ. ആരാണ്? മനുഷ്യൻ്റെ ചൂഷണം, ഒടുക്കത്തില്ലാത്ത ചൂഷണം. അതൊന്നും അറിയില്ല. എന്ത് ചൂഷണങ്ങളാണ് പ്രകൃതി നടക്കുന്നറിയോ? പറഞ്ഞ തീരില്ല. അത് വേറൊരു കാര്യം, അത് വേറൊരു വശം. ഞാനീ പറഞ്ഞത്, ഞാൻ എൻ്റെ വീടുകൾ 154 വർഷം പഴക്കമുള്ള വൈക്കോൽ മേഞ്ഞ വീട് ഇപ്പോഴും കിടക്കുക. എനിക്കൊരു വീടുണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. പക്ഷേ ഇത് മക്കൾക്ക് കാണിച്ചു കൊടുക്കാനും ആ വീടിൻ്റെ ഗുണം എന്താണെന്നും ആരോഗ്യപരമായി എന്താണെന്നും കുട്ടികളെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വീട് നിലനിർത്തുന്നത്. അതുപോലെ തന്നെ 60 തരം നെൽവിത്തുകൾ, അതും കൃഷി ചെയ്ത് സംരക്ഷിക്കുന്നത്. ഒരു പുഴുക്ക് എങ്ങനെയാണ്, ഇരുപ്പുഴുക്ക് എന്താണ്, ആർക്കും അറിയോ? ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയോ ഒരു പുഴുക്കിൻ്റെ ഗുണം എന്താണ്? ഇരുപ്പുഴുക്കിൻ്റെ അറിയാണ്. ഇന്നലെ കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല നിന്ന് 2-3 ഡോക്ടർമാർ വന്നു. എന്താ പറയുന്നത്? അവരിപ്പോൾ ഒരു മനമാറ്റം. ആർക്ക്? ആര്യ വൈദ്യശാലയിലെ ഡോക്ടർമാർക്ക്. എന്താ? നമ്മുടെ രോഗികൾക്ക് ഇനി നമുക്ക് രാസവളവും കീടനാശിനില്ലാത്ത അരിയുടെ കഞ്ഞി കൊടുക്കണം. അതിന് നമുക്ക് രാമേട്ടനൊന്ന് കാണണം. അപ്പോൾ ഇവിടെ നിന്ന് വന്നു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നമുക്ക് കുറേ നെല്ലെടുക്കാം, ലാബിൽ ടെസ്റ്റ് ചെയ്യാം, അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കാം, ഓരോ രോഗികൾക്കും എങ്ങനെയുള്ള അരിയുടെ കഞ്ഞായിരിക്കണം കൊടുക്കേണ്ടതെന്ന് നമുക്ക് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാലോ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് നിർബന്ധമായിട്ട്, പ്രത്യേകിച്ചും ആദിവാസികളായ കുട്ടികൾക്ക്, ആദിവാസിനെ പണ്ടാരണ്ട പറഞ്ഞ പോലെ ഈ അണ്ണാങ്കോട്ടനെ മരം കയറാൻ പഠിപ്പിക്കണ്ടല്ലോ. പക്ഷേ ആദിവാസികൾക്ക് അത് വേണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആദിവാസി കുട്ടികൾക്ക് ഇതെല്ലാം വേണം, പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം അവരുടെ സംസ്കാരം തെറ്റുന്നു, ആചാരം തെറ്റുന്നു. ആരുടെ? ആദിവാസി സുഹൃത്തുക്കളുടെ. ഇനിയും അവർ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുകയാണ്, 50 വർഷം കൊണ്ട് ആദിവാസി എന്ന വിഭാഗം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും കാരണങ്ങൾ എന്താണ്? ഞാൻ വ്യക്തമാക്കി തരാം. അതിൻ്റെ വ്യക്തമാക്കി തരാം. ഈ ആദിവാസികൾ 50 വർഷം കഴിഞ്ഞ് ഇവിടെ ഇല്ല എന്ന് പറയുന്നത് ഞാൻ വ്യക്തമാക്കി തരാം, തെളിവ് സഹിതം തരാം. പക്ഷേ നമുക്കതിനൊരു പ്രത്യേക ഒരു ചർച്ചയൊക്കെ നമുക്കത് വേണമെങ്കിൽ നടത്താം. ഇവിടെ ഇപ്പം സമയം പറ്റില്ല. അതെ, സമയം പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം നെൽവിത്തുകൾ, രാസവളവും കീടനാശിനിയൊന്നും ഇല്ലാത്ത നെൽവിത്തുകൾ കൃഷി ചെയ്ത് ആരോഗ്യപരമായ ഭക്ഷണം നമ്മൾ കഴിച്ച് ആരോഗ്യമുണ്ടാവണമെന്നാണ് ഞാൻ ചോദിച്ചാൽ. പണ്ട് കാലത്ത് ആദിവാസികൾ നല്ല ആരോഗ്യമുള്ളവരായിരുന്നു. കാരണം എന്താ അറിയോ? അവർ പച്ചരിയുടെ അരിയാണ് കഴിക്കുന്നത്. കാട്ടിൽ പോയിട്ട് പലതരം പച്ചക്കറികൾ പൊട്ടൊന്ന് കഴിക്കുന്ന വിഭാഗമായിരുന്നു. അവർക്ക് യാതൊരു തരത്തിലും രോഗമില്ലായിരുന്നു. ഇന്ന് മുഴുവൻ രോഗ. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ചു എന്താ പറഞ്ഞല്ലോ, അംഗൻവാടി കുട്ടികളുടെ നിലവാരം ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? മുട്ടയും പാലെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ അംഗൻവാടി കുട്ടികൾക്ക്, എവിടെ എത്തിയിരിക്കുന്നു എന്ന്. അതുപോലെയാണ് ആദിവാസികൾക്ക് ഇന്ന് നമുക്ക് നല്ല നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇന്ന് പരിപാടിയും പദ്ധതിയൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് ആദിവാസിൻ്റെ സ്ഥിതി എന്തേ ആരോഗ്യപരമായിട്ട് ഒന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും. ഇതൊക്കെയാണ് ഒരു ഭാഗം കിടക്കാൻ. അപ്പം ഞാൻ നിർത്തുകയാണ്. വിദ്യാർത്ഥിയുടെ ചോദ്യത്തിനൊക്കെ വരാം. ഇനി മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ള നമുക്ക് അവസരം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണെങ്കിൽ ഞാൻ 10-60 നെൽവിത്തുകൾ കൃഷി ചെയ്ത് സംരക്ഷിക്കുന്നുണ്ട്. ശരിയായ ഉത്തരം. ഇത് ചെറിയൊരു ചോദ്യമായിരുന്നു, പക്ഷെ അതിനൊരു കടലോളം അറിവാണ് തന്നിരിക്കുന്നത്. ഇനി ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മുടെ ഭൂപരിഷ്കരണ നിയമം വന്നു, അതോടനുബന്ധിച്ച് തന്നെ കുറേ പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ആദിവാസികളുടെ ഉന്നമനത്തിന്. ഇത് എത്രത്തോളം ഗുണം ചെയ്തു അവരുടെ ജീവിത രീതിയിൽ എന്ന് പറയാമോ? അല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും മാതൃഭൂമിയിൽ എന്നൊരു പരമ്പര ഉണ്ടായിരുന്നു. ആദിവാസികൾ കൊടുക്കുന്നുള്ള പ്രൊജക്റ്റ് സാമ്പാർ പദ്ധതി എന്ന് പറഞ്ഞിട്ട്. സാമ്പാർ പദ്ധതി എന്താണ്? സാമ്പാർ ആദിവാസികൾ എന്ന് പറഞ്ഞാൽ വിവിധ സംസ്കാരം ജീവിതമുള്ള ആദിവാസികളായിരുന്നു. അതിന് ഒറ്റ പ്രോജക്റ്റ് പോരാ. ഇപ്പം ആദിവാസികൾ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കൃഷിഭൂമി വിപുലപ്പെടുത്താനും അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷിയിടങ്ങൾ ഉയർത്തിലേക്ക് കൊണ്ടുവരാനുള്ള സഹായങ്ങളാണ്. ഞങ്ങൾ വെള്ളം,
മോട്ടർ, പമ്പ്, സാമ്പത്തിക സഹായം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതേ സമയത്ത് പണിയ വിഭാഗത്തിനും ഭൂമി ഇല്ല, അവർക്ക് ഭൂമി വാങ്ങിക്കൊടുക്കണം. ആദിവാസികളിൽ കുറിച്ചിലല്ലാണ്ട് മറ്റാർക്കും ഭൂമി ഇല്ല, കുറവാ. പിന്നെ ഉണ്ട് കുറുമർക്ക്. ഏത് കുറുമർ? മുള്ളക്കുറുമർക്ക് ഭൂമി ഉണ്ടായിരുന്നു, അതും ഇന്നിപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ കുറിച്ചർക്കല്ലാണ്ട് ആദിവാസികൾക്ക് മറ്റുള്ള ഒരാളുകൾക്ക് ആരും തന്നെ ഭൂമി വയനാട്ടിലില്ല. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യണം? അവർക്ക് ഭൂമി കൊടുക്കണം, എന്നിട്ട് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കണം, എന്നിട്ട് അവർ ആരോഗ്യപരമായി ഭക്ഷണം കഴിക്കാൻ നമ്മൾ നിർബന്ധിക്കണം. അങ്ങനെ അവർ പുരോഗതിയിലേക്ക് കൊണ്ടുവരണം. അല്ലാണ്ടെന്ന് പറഞ്ഞാൽ റേഷൻ മേടിച്ചു കൊടുത്തും സൗജന്യം തുണി കൊടുത്തും സൗജന്യ അരി കൊടുത്തും അല്ല അവർ വളർത്തേണ്ടത്. അവരിങ്ങനെയാണ് അങ്ങനെ വളർത്തുമ്പോൾ അവന് ബുദ്ധി വികാസം ഉണ്ടാവും. മറ്റത് മന്ദിഭവിക്കുക ചെയ്യുന്നത്. വെറുതെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവൻ ചിന്ത ഉണ്ടാവില്ല. ഉണ്ടാവുമോ? വെറുതെ കിട്ടിയല്ലേ. അപ്പോൾ ചിന്ത ഉണ്ടാവില്ല. അവനെ ബുദ്ധി വികാസം വരണം. ബുദ്ധി വികാസം വരണമെങ്കിൽ അവനെ ചിന്തിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവ എന്നെ വെറുതെ അല്ല കൊടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ആദിവാസികളായ ഞങ്ങൾക്ക് ദോഷമുണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോൾ 10, 30, 40, 50 ഏക്കർ നെൽപ്പാടങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അത് ഭൂപരിഷ്കരണം വന്നപ്പോൾ EMS ഗവൺമെൻറ് ആദിവാസികളെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കേണ്ടതിന് ആ ഭൂപരിഷ്കരണം നടപ്പിലാക്കേണ്ടത്. കാരണം ആദിവാസിനെ ഭൂമിനെ തൊടാൻ പാടില്ല. അവർ സംസ്കാരം എത്ര വേണമെങ്കിൽ അവർ കൈവശം വെക്കട്ടെ, 15 ഏക്കറയോ 20 ഏക്കറയോ എത്രയും. കാരണം അവർ കൂട്ടമായി താമസിക്കുന്ന വിഭാഗമായതുകൊണ്ട് അവരുടെ ഭൂമി നമ്മൾ തൊടാൻ പോകണ്ട എന്ന് അന്നൊരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിന്ന് ഭൂമി നഷ്ടപ്പെടില്ലായിരുന്നു. ഒന്ന് മാത്രമല്ല, അതിൽ വേറൊരു ഗുണവും കൂടി ചെയ്തു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ആദിവാസികളുടെ ഭൂമി എടുക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നൊരു നിയമം വന്നതുകൊണ്ട് ഇന്ന് ആദിവാസികളുടെ കയ്യിൽ ഭൂമിയുണ്ട്, അല്ലെങ്കിൽ ഭൂമി ഉണ്ടാവില്ല. ഒരേ നഷ്ടപ്പെട്ടു പോവും. ഇപ്പം ആരും ഭൂമി എടുക്കുന്നില്ല. എന്നിട്ട് പോലും ചില വീരന്മാർ ചില തന്ത്രം ഉപയോഗിച്ച് കളക്ടറെ കൊണ്ട് പെർമിഷൻ മേടിച്ച് ഭൂമി എടുക്കുന്നുമുണ്ട്. അങ്ങനെയാണ്, അതാണ് ഭൂപരിഷ്കരണം. ഞാനൊരു ജയിലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ നിയമത്തിൻ്റെ അറിവില്ലായ്മ ഒരുപാട് തരത്തിലുള്ള കുറ്റങ്ങളിലേക്ക് പോകുന്നുണ്ട്. അല്ല, അത് ഗ്രൂപ്പാണ്. അത് മാത്രമല്ല സുഹൃത്തെ, ഞാൻ പറയാം. ആദിവാസികൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളാണോ? എൻ്റെ ചോദ്യം അതാ. ഹിന്ദു നിയമം ആദിവാസികൾക്ക് ബാധകമാണോ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ആദിവാസികളെ ശിക്ഷിക്കാൻ പാടുണ്ടോ? ആദിവാസികൾ ഹിന്ദുക്കളല്ല എന്ന് പറയുന്നു. ആദിവാസികൾ ഗോത്ര സംസ്കാരമാണ്, അവർ ആചാരം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പോസ്കോ പ്രകാരം ആദിവാസി പെൺകുട്ടി, അതായത് പണിയ വിഭാഗമാണ് അവർ അറിവില്ലായ്മ കൊണ്ട് 15, 20, 12 വയസ്സിൽ ഒരു വിഭാഗം നടക്കുന്നു. പക്ഷെ അവരങ്ങനെയല്ല ശിക്ഷിക്കേണ്ടത്. അവൻ ബോധവൽക്കരണം കൊടുക്കുക, ചെയ്യാൻ പാടില്ല, ചെയ്താൽ ദോഷം പറഞ്ഞു കൊടുക്കുക, എന്നല്ലാതെ അവനെ കോടതി കൊണ്ട് ശിക്ഷിച്ചിട്ടോ അവന് ജയിലിലിട്ടതല്ല വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അങ്ങനെ വരുമ്പോൾ ഹിന്ദു നിയമം ബാധകമല്ല എന്ന് പറയുകയും ഹിന്ദു നിയമം നടപ്പിലാക്കുകയും ചെയ്യുകയാണ് നമ്മൾ ഗവൺമെൻറ് ചെയ്യുന്നത്. ശരിയാണോ? ആലോചിക്കണ്ടല്ലേ? ഇപ്പം ഞാൻ ഇവിടെ അഡ്വക്കേറ്റ്, മന്ത്രി, ജഡ്ജിമാർ, അതുപോലെ തന്നെ അഡ്വക്കേറ്റുമാർ, ഇതിനെപ്പറ്റി ഒരു നോക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ആലോചിക്കാമല്ലോ. ആദിവാസികൾ ഇങ്ങനെയുള്ള ആദിവാസികളാണ്, അവരെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ആലോചിക്കണ്ടല്ലേ? വേണ്ടതാണ്. പൊതുസമൂഹത്തിന് ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാം. ആദിവാസികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു കാറ്റഗറൈസ് ചെയ്യാണ്. ആദിവാസികൾ അവർ വിദ്യാഭ്യാസത്തോട്, ആധുനികവൽക്കരണത്തോടൊക്കെ വിമുഖത കാണിക്കുകയാണ്, അവർ നവോത്ഥാനത്തിന് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. രാമേട്ടൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അതിനോട് ഞാൻ യോജിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദിവാസികൾ താളം തെറ്റുന്നു. കാരണം അവന് വിദ്യാഭ്യാസം കൂടുന്തോറും അവൻ ആ സമൂഹത്തിലേക്ക് തിരിച്ചു പോകാനല്ല തയ്യാറാകുന്നില്ല. അവനൊരു ജോലി കിട്ടിയാൽ, ഒരു IAS കാരനോ IPS കാരനോ അല്ലെങ്കിൽ ഉയർന്നൊരു ജോലിയോ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ സമൂഹത്തിലേക്ക് അവൻ തിരിച്ചു പോകുന്നില്ല. മാത്രമല്ല, അവനൊരു സ്ത്രീ ആണെങ്കിൽ അവൻ്റെ സമൂഹത്തിനല്ല അവൻ കല്യാണം ആലോചിക്കുന്നത്, മറ്റൊരു സമൂഹത്തിനാണ്. അത് നമ്മുടെ ആദിവാസികളിൽ വ്യാപകമായി വളർന്നു. അതൊരു സ്റ്റാറ്റസിൻ്റെ വിഷയം കൂടിയിട്ടാണ് ആദിവാസികൾ കാണുന്നത്, അല്ലേ? വിദ്യാഭ്യാസമുള്ള ഞാൻ ഇനി എങ്ങനെ പോകും? ഞാൻ എങ്ങനെ ഇനി പുരക്കൽ പോകും? അവനെ കൂട്ട കാണുക എനിക്ക് മടിയാ, അല്ലേ? അവനെ കൂട്ട കാണാൻ എനിക്ക് മടിയാ. കാരണം വെച്ചാൽ ഞാൻ സ്റ്റാറ്റസുള്ള ഒരാളായിപ്പോയില്ലേ. അതാണിപ്പോൾ കണ്ടുവരുന്നത് എന്നാണ് എൻ്റെ പേര്. ഞാൻ പറയുന്നത് അതല്ല, അങ്ങനെയല്ല വേണ്ടത്. ആദിവാസിയായ ഏതുമാവട്ടെ,
ഏത് വിഭാഗത്തും ആയിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവർ നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാഭ്യാസം ചെയ്യുകയും ജോലി മേടിക്കുകയും പകരം അവരുടെ ഇടയിൽ ചെന്നിട്ട് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്ക് ജോലി മേടിച്ചു കൊടുക്കാനും അവരെ സഹായിക്കാനാണ് വേണ്ടത്. അതല്ല ഇവിടെ വരുന്നത്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല. വയനാട്ടിൽ നടക്കുന്നില്ല. ഇനി കേരളത്തിൽ എവിടെയും നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാനും പറ്റില്ല. വയനാട് നടക്കുന്നില്ല. കാരണം അങ്ങനെ അവരൊരു ജോലി സമ്പാദിച്ചു കഴിഞ്ഞാൽ അവനും അവൻ്റെ കുടുംബമായി നിൽക്കാന്നല്ലാണ്ട് മറ്റേ ആളോട് സഹായിക്കാനോ അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കാനോ പോകുന്നില്ല. കാരണം എനിക്കറിയാം, എൻ്റെ പ്രദേശത്തെ നിങ്ങളറിയാം, എൻ്റെ ഒരു ചുറ്റുപാട്, എൻ്റെ ചെറുപേൻ്റെ ഒറ്റപാട് 12 കുട്ടികൾ മറ്റു വിഭാഗം കഴിച്ചു പോയി, മുസ്ലിംസിനെയും. അതുമാത്രമല്ല, എൻജിനീയറിംഗ് പഠിച്ച കുട്ടി, നേഴ്സ് പഠിച്ച കുട്ടി, ടീച്ചറായ സ്കൂൾ പഠിക്കുന്ന കുട്ടി, സ്കൂൾ പഠിക്കുന്ന ടീച്ചർ വേറൊരു മുസ്ലിം ചെക്കനെയും കൂട്ടി പോയി. എൻജിനീയർ പഠിച്ച ഒരു പെൺകുട്ടി വേറൊരു മുസ്ലിമിനെയും കൂട്ടി പോയി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നോക്ക്, എൻജിനീയർ പഠിപ്പിക്കുകയാണ് അച്ഛൻ, കാശ് ഒത്തിരി മുടക്കി, മോള് ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്തു, കൂട്ടി വേണമെന്നൊരു കൂട്ടി കൊടുത്തു, എല്ലാം വാങ്ങിക്കൊടുത്തിട്ട് അവസാനം ഡിഗ്രി പാസ്സായതിനു ശേഷം ഒരു മുസ്ലിം കുട്ടീൻ്റെ പുറകെ അവൻ പോയി. അവൻ്റെ അധ്വാനം, അവൻ്റെ ശമ്പളവും ഈ കുടുംബത്തിൽ വരുന്നില്ല. ആ ശമ്പളം എങ്ങോട്ട് പോയി? ഇതൊക്കെ ആരുടെ അടുത്തുള്ള കുഴപ്പമാണ്? പൊതുസമൂഹത്തിൻ്റെ അടുത്ത് കുഴപ്പമാണ്? അല്ല, ആദിവാസിൻ്റെ കുഴപ്പമാണ്. വിഷമമുണ്ട് പറയാൻ. എൻ്റെ പ്രദേശത്ത് മാത്രം 9 പിള്ളേർ പോയിട്ടുണ്ട്. 9 പിള്ളേർ പോയിട്ടുണ്ട് എൻ്റെ ചുറ്റുപാട് മാത്രം. എല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പം വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാ? എന്താ വേണ്ടിയാ? കുലം നശിപ്പിക്കാൻ വേണ്ടിയാണോ വിദ്യാഭ്യാസം വേണ്ടത്? കുലം നശിപ്പിക്കാൻ വേണ്ടിയാണോ വിദ്യാഭ്യാസം കൊണ്ടുവരേണ്ടത്? കുലത്തെ വളർത്താനാണ് വിദ്യാഭ്യാസം കൊണ്ടുവരേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾ വരൂ, ഞാൻ അന്വേഷണം തെളിവ് തരാമല്ലോ, വെറുതെ പറയല്ലല്ലോ. അപ്പോൾ അത് എല്ലാ വിഭാഗത്തിലും കണ്ടുവരുന്നുണ്ട്, എല്ലാ വിഭാഗത്തിലും കണ്ടുവരുന്നുണ്ട്. ഇത് ഞാൻ വളരെയേറെ നോട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു വീക്ഷണമൊക്കെ നടത്തുന്നുണ്ട് ഇതിനെ പറ്റിയൊക്കെ. ഞാൻ പറയാറുമുണ്ട്. ഇതിൽ ദുഃഖമുണ്ട്, വിഷമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ വിഷമെന്ന് പറയാൻ? ആദിവാസികൾ എന്ന് പറഞ്ഞാൽ വളരെ ന്യൂനപക്ഷമാണ്. ചില ആദിവാസികൾ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു, ചിലർ താലൂക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അങ്ങനെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള കൊച്ചു കൊച്ചു കുടുംബങ്ങൾ പോലെയാണ് ആദിവാസികൾ കേരളത്തിലുള്ളത്. അല്ലാണ്ട് വ്യാപകമായിട്ടൊരു ആദിവാസിയും കേരളത്തിലില്ല. എല്ലാം കുറേശ്ശെ. അപ്പോൾ പിന്നെ നിങ്ങളെ ആലോചിച്ച് നോക്ക്, എങ്ങനെ പോകുമ്പോൾ ഇവരെ വംശം സംഭവിച്ച് ഇവരൊന്നും ഇല്ലാണ്ടാവില്ലേ? ആ ബോധം നമുക്ക് ഉണ്ടാവണ്ടേ? പഠിക്കുന്ന വീട്ടിലേക്ക് അത് ആ മനസ്സിൽ വരണ്ടേ? വരുന്നില്ല. സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ ആദിവാസി വിഭാഗത്തിൽ നിന്ന് തന്നെ മന്ത്രിമാരും MLA മാരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ ഈ പൈതൃകത്തിന് സംരക്ഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ല? ഇല്ല. വയനാട് ഞാൻ പറയട്ടെ, വയനാട്ടിൽ ആദ്യമായിട്ട് ഞാൻ പറയാം, ഓരോരുത്തർ എണ്ണി പറയാം. KK അണ്ണൻ, K രാഘവൻ മാഷ്, K രാജൻ മാഷ്, പിന്നെ അതുപോലെ തന്നെ രാധാരാഘവൻ, KC കുഞ്ഞിരാമൻ, OR കേളു, IC ബാലകൃഷ്ണൻ, ജയലക്ഷ്മി, ഇത്രയൊക്കെ വന്നിട്ടും നിയമസഭയിൽ അവർ ഒരു ആദിവാസിനെ പറ്റി ഒരു ക്രമപ്രശ്നം ഉന്നയിച്ചായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരു സബ്മിഷൻ പോലും ക്ഷണിച്ചില്ല. ആദിവാസിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ ഒരു സഭയിൽ കൊണ്ടുവരാൻ അവർ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? പരിശോധിക്കണ്ടേ? ഒരാൾ മാത്രമല്ല, 1967 KK അണ്ണൻ എന്ന് പറയുന്ന വ്യക്തി മത്സരിച്ച് ജയിച്ച് നിയമസഭയിലേക്ക് പോയി. ഇന്നലെ ചേട്ടൻ ഇങ്ങനെ വരികയാണ് ഓരോരുത്തർ. മനസ്സിലായില്ലേ? ഇവരാരും തന്നെ നിയമസഭയിൽ അത് പറഞ്ഞതായിട്ടും കേട്ടില്ല. എന്നാൽ നിയമസഭയിലുള്ള മറ്റുള്ള മെമ്പർമാർ എന്ന് പറഞ്ഞാൽ പുറത്ത് അവരെങ്കിലും ഇത് പ്രശ്നം പറയണ്ട. ഇങ്ങനെ ആദിവാസിയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് അവരെ സംരക്ഷിക്കണം എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ MLA പറഞ്ഞിട്ടുണ്ടോ? എതുമില്ല. പിന്നെന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഒരു ഭാഗത്ത് അങ്ങനെയുണ്ട്. അപ്പം ആദിവാസികളെ പിന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, PK കുഞ്ഞാലി പറഞ്ഞു, ആദിവാസികൾ നശിക്കുന്നത് കാണാനാണോ നിങ്ങൾക്കൊക്കെ താല്പര്യം എന്ന് PK കുഞ്ഞാലി പറഞ്ഞു. മനസ്സിലായില്ലേ? ഇതാണ് എനിക്ക് ആക്ഷേപം. രാമേട്ടൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസമോ ഒരാഴ്ചയൊന്നും മതിയാവില്ല. നമ്മുടെ സമയം പരിമിതമാണ്. എന്നാലും ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ആരെങ്കിലും പുറത്താരെങ്കിലും ചോദിക്കാണ്ട് അതും ചോദിക്കട്ടോ. അതൊരു അവസരം കൊടുക്കാം. ആദ്യം രാമേട്ടൻ ഇപ്പോൾ പത്മശ്രീ കിട്ടിയല്ലോ, അത് രാമേട്ടനെ സംബന്ധിച്ചോളം ഊർജം തരുന്നതല്ലേ? അല്ല, അതെ, പത്മശ്രീ കിട്ടിയപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയാൻ തുടങ്ങി, രാമേട്ടൻ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു അഭിപ്രായമില്ല. അതിനെപ്പറ്റി എന്താ സന്തോഷമുണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഒരു സന്തോഷമില്ല.
പത്മശ്രീ കിട്ടിയത് അവിടെ വെച്ചു എന്ന് മാത്രം. അല്ലാണ്ട് അതിനെപ്പറ്റിയുള്ള ഉങ്കോ അതൊന്നുമില്ല. ഞങ്ങൾ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് നോക്കിയാൽ 5 അലമാരിയിൽ കാണാം മൊമെൻറ്റുകൾ അടുക്കി വെച്ചിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പത്മശ്രീ കിട്ടിയപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷമൊന്നും എനിക്കിപ്പോഴും ഇല്ല, ഒന്നുമില്ല. എന്നോട് പറഞ്ഞല്ലോ 25-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ നിങ്ങളെ പത്മശ്രീക്ക് ശുപാർശ നടത്തുന്നുണ്ട്, ആരോടും മിണ്ടണ്ട. ഞാൻ കിട്ടിയാലും മുണ്ടൂല, കിട്ടിയില്ലെങ്കിൽ മുണ്ടൂല. പിന്നല്ലേ എനിക്കതിനോട് അങ്ങനെ താല്പര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ. അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊരു കൗമുദിയുടെ ഒരു പത്രത്തിലൊരു വാർത്ത കേട്ടായിരുന്നോ, കണ്ടായിരുന്നോ? ഒരു കൗമുദി, കേരള കൗമുദി എഴുതി എന്താണെന്നറിയോ? പത്മശ്രീ കൊണ്ട് വയറ് നിറയില്ല. ഒരു പത്രലേഖനം എഴുത്താം. അപ്പോൾ ഇങ്ങനെ അവാർഡുകൾ പലതുമുണ്ട്. അതൊന്നും ഞാൻ എണ്ണി പറയാൻ തയ്യാറുമല്ല. അത് കിട്ടിക്കോട്ടെ, ഒരു ഭാഗത്തോടെ വന്നോട്ടെ. പക്ഷേ അത് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തരുന്ന ഒരു അംഗീകാരമായി നാം കാണുന്നു. അത് തരുന്നത് ഞാൻ സ്വീകരിക്കുന്നു, അത് വീട്ടിൽ കൊണ്ട് വെക്കുന്നു എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൻ്റെ പിന്നാടിയായിട്ട് തന്നെ ഇപ്പം മുതിർന്നവരും കുട്ടികളൊക്കെ രാമേട്ടനെ കാണാൻ വരുന്നുണ്ട്, സംവദിക്കുന്നുണ്ട്, വിത്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു തലമുറയ്ക്ക് വരുന്ന മാറ്റം രാമേട്ടനെ സന്തോഷിപ്പിക്കുന്നില്ലേ? അല്ല, അത് ഞാൻ ഒരിക്കലും ആദ്യമായി തുടങ്ങുമ്പോൾ 1978 തുടങ്ങുന്ന കാലഘട്ടത്തിൽ എന്നോട് ആളുകൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഇയാൾ നാരായണത്തെ ഭ്രാന്തൻ്റെ സ്വഭാവമാണ്, ഭട്ടനാണ്, കിർക്കനാണ്, ഇയാളെന്ത് വികസന വിരോധിയാണ് എന്ന് പറഞ്ഞിട്ട് മുദ്രയടിച്ച ആളുകളായിരുന്നു. മാത്രമല്ല, കുടുംബത്തിൽ ഭാര്യ പോലും എന്നോട് മിണ്ടാണ്ട് നടന്നു, മക്കൾ മിണ്ടാണ്ട് നടന്നു. അങ്ങനെ വീട്ടിൽ വലിയൊരു പൊരിഞ്ഞ പോരാട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. ധാരാ കൊടുക്കുന്നറിയോ? പുറത്തുനിന്ന് ആളുകൾ. ഇങ്ങനെയൊക്കെ ത്യാഗം സഹിച്ചാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞ മുദ്രാവാക്യം ജയ് ജവാൻ ജയ് കിസാൻ, ഭക്ഷണമാണ് മുഖ്യമായി ആഹാരം, വിഷമില്ലാത്ത ഭക്ഷണം എന്ന പ്രഖ്യാപനം ഇന്ന് നാട് മുഴുവൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. അതുതന്നെയാണ് ഒരു വിജയം. മനസ്സിലല്ലേ? ഇന്ന് അത് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, നമ്മളെ വലിയ വികസിത രാജ്യമായ രാജ്യങ്ങൾ അമേരിക്ക പോലും ജൈവ കൃഷിയിലേക്ക് വന്നിരിക്കുന്നു. ഇറ്റലി വന്നു, ഫ്രാൻസ് വന്നു, ജർമ്മനി വന്നു. എല്ലാ രാജ്യക്കാരും ഇപ്പം ഈ പറഞ്ഞ ജൈവ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. പോരെ? അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, പക്ഷേ നമ്മുടെ ഗവൺമെൻറ് പോരാ. അതിനിപ്പം കേന്ദ്ര ഗവൺമെൻറ്റാണ് ശരി, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇവർ, അവർക്കൊരു വീക്ഷണമില്ല. രാജ്യത്തെ എങ്ങനെ നയിക്കണമെന്നുള്ളൊരു വീക്ഷണം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എൻ്റെ രാജ്യം, എൻ്റെ നാട്ടിലെ ജനം നല്ല ഭക്ഷണം, നല്ല ആരോഗ്യമുള്ള ജനസമൂഹത്തെ വാർത്തെടുക്കണം എന്ന കാഴ്ചപ്പാട് ഭരണാധികാരിക്കുണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ മനസ്സിലുണ്ടാവാം, പക്ഷെ അത് പുറത്ത് പറയാത്തതുകൊണ്ട് അതും പറയാൻ പറ്റില്ല. രാമേട്ടൻ്റെ ഒരു കോൺസെപ്റ്റാണ് വയനാടിൻ്റെ മണ്ണ് ജീവനുള്ള മണ്ണാണ്, അത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമേട്ടൻ അതിനു വേണ്ടി അത് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതിയോ ആശയങ്ങളോ മനസ്സിലുണ്ട്? അല്ല, അതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ അണ്ണാൻ്റെ പുറത്ത് ഈ ആനയുടെ പുറത്ത് അണ്ണാക്കൊട്ടം കയറിയിരുന്നാൽ എന്തോരുണ്ടാവും? അതുപോലെയാണ് ഞാൻ, അല്ലേ? ആ ആനൻ്റെ പുറത്ത് അണ്ണാക്കൊട്ടനിക്കുന്ന പോലെ ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഒരാൾ വിചാരിച്ചാൽ ഈ ഭൂലോകം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് പണ്ടൊരു പക്ഷികൾ കണ്ടിനോ? ഈ ഒരു നിലം കുലുങ്ങിയ പക്ഷി ഇങ്ങനെ കുലുങ്ങിക്കൊണ്ട് നടക്കുന്നത്. ഓൻ പറയാണ്, ഞാൻ കുലിക്കുന്നതുകൊണ്ടാണ് ഈ ഭൂമി മുഴുവൻ കുലുങ്ങുന്നതെന്ന്. എന്ന് പറഞ്ഞതുപോലെ ഞാൻ കുലിക്കാൻ ഇതൊന്നും കുലുങ്ങാൻ പോകുന്നില്ല, ആരോടും ഗുണം പിടിക്കാനും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, കാരണം എല്ലാ സമൂഹങ്ങളും ദിവസങ്ങളോളം വീട്ടിൽ വരും. പിള്ളേർ, കോളേജ് കുട്ടികൾ ഒക്കെ വരും. അങ്ങനെ വന്ന് ഇപ്പം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, ഇപ്പം രാമേട്ടൻ വിസിറ്റിംഗ് പ്രൊഫസർ എന്നും പറഞ്ഞിട്ട് ഒരു അംഗീകാരം. ഈ പണ്ടാരൻ്റെ പറഞ്ഞവൻ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ, അല്ലെ തന്നെ ഇവിടെ നിൽക്കാൻ സമയമില്ല. അല്ലാത്തവരും ഇവിടെ നിൽക്കാൻ സമയമില്ല. അപ്പോഴേക്കാണ് ഈ പ്രൊഫസർ വരുന്നത്. ഇനി അവസാനം ഈ പ്രൊഫസർ എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെയുണ്ട്. അപ്പം ഞാൻ വരുന്നത് അല്ല മോശം എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മളെ നാട്ടിലെ മക്കൾ, രാജ്യത്തിലെ എല്ലാ ആളുകളും ആരോഗ്യമുള്ള മനുഷ്യരായി വളരാൻ, ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കാൻ. ഇന്ന് എന്തെല്ലാം നാശങ്ങളുണ്ടെന്നറിയാം, മക്കൾക്കൊന്നും അറിയാത്തതുകൊണ്ടാണ്. ഇന്ന് പ്രസവം നടക്കുന്നില്ല, അതിൽ ഗർഭധാരണ വരുന്നില്ല. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? നിങ്ങൾക്കൊക്കെ അറിയില്ല. മാത്രമല്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നു. എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയില്ല. ബുദ്ധി മറവികൾ കൂടുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? അറിയില്ല. ദേഷ്യം വരുന്നു. എന്താണെന്നറിയോ? അറിയില്ല. അമ്മയും അച്ഛനും, അച്ഛൻ അമ്മനെ കൊല്ലുന്നു,
മകൻ അമ്മയെ കൊല്ലുന്നു. വികാരഭരിതനായിട്ടാണ് ലോകം മുന്നോട്ട് നീങ്ങുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. വ്യക്തമായി പറഞ്ഞു തരാം ഞാൻ അതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഇതൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കാം. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ, ഇതിൻ്റെ മൂലകാരണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മളെ കുട്ടികൾ വിദ്യാഭ്യാസം മാത്രം പോരാ, വിദ്യാഭ്യാസത്തിനപ്പുറം നാട്ടറിവ്, കാട്ടറിവ്, ഇങ്ങനെ കുറേ അറിവുകളുണ്ട്. ആ അറിവും കൂടി വിദ്യാഭ്യാസത്തോടൊപ്പം കൂട്ടിച്ചേർത്ത് പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ടോ മക്കൾക്ക് അതിൻ്റെ ഇടയിലായിരിക്കും? ചോദിക്കാനുള്ള അവസരമാണ്. ആദ്യം പറഞ്ഞ് ക്ലിയർ ആയോ? അതായത് ഇപ്പോൾ നമ്മുടെ പല മേഖലകളിലേക്കും റോബോട്ട് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ആളുകളുടെയും ജോലിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. അതേസമയം അതിൻ്റെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആരോഗ്യം. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള റോബോട്ട്സ് കാര്യങ്ങളൊക്കെ കൃഷിയിലേക്ക് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? അല്ല, ഞാനത് പറയാറുണ്ട് മോളെ. അതായത് ഇനി 60-70 വയസ്സ് പ്രായമുള്ളവരുടെ കാലശേഷം കൃഷി നിൽക്കാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഇനി അങ്ങോട്ട് കൃഷിക്കാരെ വളർത്തിയെടുക്കണമെങ്കിൽ ഇവർക്കൊക്കെ സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ ശമ്പളം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സർക്കാർ ജീവനക്കാരെ പോലെ ശമ്പളം കൊടുത്ത്, അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും, പ്രസവ ആനുകൂല്യങ്ങളും അടക്കം കൊടുത്തുകൊണ്ട് ഇവരെ വളർത്തിയെടുത്താൽ ഒരു പരിധി വരെ നമ്മൾ യുവാക്കളെയും യുവതികളിലേക്കും ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊരു പരീക്ഷണം നടത്താം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇവരെ നമുക്ക് വളർത്തിയെടുക്കാം. മാത്രമല്ല, ഇന്നത്തെ കുട്ടികൾക്ക് വ്യായാമമില്ല, അവരെ ചിന്ത നമ്മളൊരു തിരിച്ചുവിടുന്നില്ല. ആ ചിന്ത തിരിച്ചുവിടുത്തേണ്ട ഫലമാണ് ഇന്ന് ലഹരിയിലേക്ക് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ അവരെ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കണം. അവരെ ബുദ്ധിനെയും കഴിവിനെയും ഒക്കെ തിരിച്ചു പിടിച്ചാൽ ആ ലഹരിയിൽ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. അവൻ്റെ ആ ചിന്ത അതിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കാം. അങ്ങനെ നമുക്ക് മാറ്റം പറ്റാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞോളാം, മോള് പറഞ്ഞ പോലെ നമ്മൾ ആ ചിന്ത മാറ്റിയെടുക്കാൻ, നിങ്ങൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നാട്ടറിവ്, കാട്ടറിവ്, കൃഷി അറിവുകൾ എല്ലാം സമ്പാദിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാറ്. ചോദിച്ചോളൂ. കൃഷിയുടെ കാര്യം തന്നെയാണ്. ഈ 60 നെല്ലിനങ്ങളെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നെല്ല് നമ്മളിങ്ങനെ എല്ലാ വർഷവും കൃഷി ചെയ്തില്ലെങ്കിൽ നെല്ല് വിത്ത് നാശമായി പോവില്ലേ? അതായത് ഇപ്പോൾ ഒരു വിത്ത് നമ്മൾ മാക്സിമം വെച്ചാൽ തന്നെ 1 കൊല്ലം 2 കൊല്ലം അല്ലേ അത് ഇരിക്കുകയുള്ളൂ? 1 കൊല്ലം. അതന്നെ എനിക്കും നെൽകൃഷിയുള്ള ആളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 60 നെല്ല് നിങ്ങൾ 60 ഒരു സ്ഥലത്ത് തന്നെ 60 കണ്ടങ്ങളിലായിട്ട് അല്ല, അതായത് ഓരോ സെൻറ്റുകളായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് ആളുകൾ എന്നോട് പറയാണ്ട്, രാമാട്ട ഇത് പരാഗണം നടന്ന് വ്യത്യസ്തമാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാണ്, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 500 വർഷം പഴക്കമുള്ള വിത്തുകളായിരിക്കണം എൻ്റെ കൈവശം ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെയല്ല. കാരണം ഇത് തലമുറ കൈമാറി വന്നിട്ടുള്ള വിത്തുകളാണ്. അപ്പം വിത്ത് അതിൻ്റെ സ്വഭാവം മാറുന്നതാണ്, പക്ഷെ നിറം മാറില്ല. നിങ്ങൾ മാറിയിട്ടില്ല, നിങ്ങളുടെ ബുദ്ധി മാറി. പറഞ്ഞു മനസ്സിലായോ? നിങ്ങളുടെ നിറവും കറുപ്പാണ്, വെളുപ്പാണ്, എല്ലാം ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ബുദ്ധി മാറ്റുണ്ടാവും. നിങ്ങൾ നിയന്ത്രിക്കുന്ന മെമ്മറി ഉണ്ടല്ലോ, അത് ഇന്നത്തെ ദോഷത്തിന്, ഈ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടും ഭക്ഷണത്തിൻ്റെ ദോഷം കൊണ്ടും നിങ്ങളുടെ മെമ്മറിക്ക് മാറ്റം വന്നിട്ടുണ്ടാവാം എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ എൻ്റെ നെൽവിത്തുകൾക്ക് ഇങ്ങനൊരു മാറ്റം സംഭവിക്കാം എന്ന് മാത്രമേ എനിക്കതിന് പറയാൻ പറ്റുള്ളൂ. പ്രകൃതിപരമായിട്ട് പരാഗണം നടന്ന് അത് നശിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ ചോദിച്ചതല്ല, ഈ 60 ഇനങ്ങൾ കൃഷി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ വിത്ത് പിന്നെ അടുത്ത കൊല്ലത്തേക്ക് നശിച്ചു പോയില്ല. അതായത് എല്ലാ വർഷവും അത് ചെയ്യണം. കാരണം 10 മാസം 12 മാസത്തിൽ കൂടുതൽ ഓരോ വിത്ത് നിൽക്കില്ല. അപ്പോഴേക്കും അത് മരണപ്പെട്ടു പോയി, ജീവൻ നഷ്ടപ്പെട്ടു പോയി. അതാണ്. അതുകൊണ്ട് എല്ലാ വർഷവും അത് ചെയ്തേ പറ്റൂ. അതെ. പിന്നെ മാത്രമല്ല, ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞു മണ്ണുകൾ മരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെയും കൂടി തർക്കിച്ച് പറയുകയാണ്. 2-3 പേര് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ വന്നായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, മണ്ണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ ഒരു വസ്തുവിൻ്റെ മേലിൽ പലതരം അണുക്കൾ ഉണ്ടാവാൻ പോവുക. ഇപ്പം നിങ്ങളുടെ ശരീരം, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പലതരം അണുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ വരാൻ തുടങ്ങി. നിങ്ങൾ ശരീരത്തെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ശരീരത്തെ തിന്നാൻ എന്ന് പറഞ്ഞതുപോലെ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മണ്ണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലതരം രോഗങ്ങളും വരാനും പ്രകൃതിയുടെ കാലാവസ്ഥ എന്താണെന്ന് പറയാനും നമുക്ക് പ്രവചിക്കാനും പറ്റാത്ത അന്തരീക്ഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. പ്രകൃതിപരമായിട്ട് എന്ത് ചോദ്യങ്ങളായി ആവട്ടെ. ഇനി ആദിവാസി സമൂഹത്തിനെ പറ്റി ആവാം, അതേതുമാവാം, എന്ന് ഒരു കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട രാമേട്ടനെ കാണാൻ
സാധിച്ച ജീവിതം ഒരു ധന്യമായി എന്ന് എനിക്ക് തോന്നുക. കാരണം പത്മശ്രീ അവാർഡ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കിട്ടിയ ഒരാൾ. അതുകൊണ്ട് ഒന്നാമത് എനിക്ക് അങ്ങയോട് അപേക്ഷിക്കാനുള്ളത്, അതിനെക്കുറിച്ച് കുറച്ച് ആദരപൂർവ്വം തന്നെ നമ്മൾ ബഹുമാന പുരസ്സരം തന്നെ കാണണം എന്നുള്ള ഒരു അഭിപ്രായം, ഒരു റിക്വസ്റ്റാണ് എനിക്ക് ആദ്യം വെക്കാറുള്ളത്. അല്ല അല്ല അതെന്താണെന്നറിയോ, ഞാനത് കാണുന്നുണ്ട്, അതെൻ്റെ മനസ്സിലല്ലേ. അല്ല, എൻ്റെ മാത്രം അല്ലല്ല, അതെൻ്റെ മനസ്സിലാണ്. അതിനോട് ബഹുമാനം കാണിക്കണോ കാണിക്കണ്ടോ എന്ന് പറയാൻ എൻ്റെ മനസ്സിൽ. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ അകന്ത കാണിക്കുന്നത് ശരിയല്ലല്ലോ. അത് അകന്ത കാണിക്കുന്നത് ശരിയല്ല. എൻ്റെ മനസ്സിലാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ കുഞ്ഞോടോ എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിലാണ് വേണ്ടത്. ഞാൻ എങ്ങനെയാണ് ഞാൻ എല്ലാം കാണുക, എല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കും. അത് പുറത്ത് കാണിക്കില്ല. നമ്മൾ പുറത്ത് കാണിക്കുന്നത് അഹംഭാവമാണ്, അതിക്രമമാണ്. അത് പാടില്ല. നമ്മുടെ സമൂഹത്തിനിടയിൽ നിങ്ങളും ഞാനും ഒരുപോലെ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ രണ്ടാമതുള്ള ഒരു റിക്വസ്റ്റ്, അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അപേക്ഷയാവട്ടെ. ഈ ലോകാവസാനം വരെ ആദിവാസികൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരു വിഭാഗമായിട്ട് കഴിയണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. എങ്ങനെ ആദിവാസി വിഭാഗങ്ങൾ ഒറ്റപ്പെട്ട ഒരു സമൂഹമായിട്ട് ലോകാവസാനം വരെ കഴിഞ്ഞു പോകണം എന്നൊരു നിങ്ങൾക്ക് തെറ്റ്. അങ്ങനെയല്ല ഞാൻ നിങ്ങൾക്കതൊരു തെറ്റിദ്ധാരണയാണ്. ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചതല്ല. നിങ്ങളൊരു ആദിവാസി ആണെങ്കിൽ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഉയർന്ന് പഠിക്കണം, അറിവ് നേടണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ സമൂഹത്തെ കുട്ടിപ്പിടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് മനസ്സിലായി. പിന്നെ മൂന്നാമതൊരു കാര്യം കൂടെ, നമ്മൾ ഇന്ത്യയിലെ പൗരന്മാരെന്നുള്ള നിലയ്ക്ക് ആദിവാസികളും നമ്മൾ ഇന്ത്യയിലെ പൗരന്മാർ തന്നെയാണ്. അതെ. അപ്പോൾ ഇന്ത്യയിലെ ഭരണഘടന നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. അത് 12 വയസ്സുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അതിനുള്ള ഒരു ബോധവൽക്കരണം അതന്നെ ഞാൻ പറഞ്ഞിട്ട് വന്നത്. കാരണം ഹിന്ദു നിയമപ്രകാരം അവനെ ശിക്ഷിച്ചു. അത് ഹിന്ദു നിയമമല്ല, അത് നമ്മുടെ രാജ്യത്തെ അല്ല. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവന് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവനെ ശിക്ഷിക്കല്ല വേണ്ടത്, അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. 12 വയസ്സിൽ നിങ്ങളെ പ്രസവിക്കാൻ പാടില്ല, കുട്ടി പ്രസവിച്ചുകൂടെ, ആരോഗ്യത്തിന് ഹാനികരമാണ്. മാത്രമല്ല 15 വയസ്സായി യുവാവായ നീനക്ക് ഇപ്പോൾ തന്നെ നീ ഇങ്ങനെ ഒരു ശരീരം ക്ഷയിച്ചു പോകും, അതുകൊണ്ട് നീ അതിന് നിൽക്കരുത് എന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി 20 വയസ്സും ആകുന്ന വരെ നിർത്താനുള്ള അറിവ് നമ്മൾ പകർന്നു കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്. അതാണ്. അപ്പോൾ പോസ്കോ പ്രകാരം അവരെ ശിക്ഷിക്കപ്പെടുന്നു, പിന്നെ ജയിലടയ്ക്കുന്നു. അത് ഹിന്ദു നിയമമാണത്, നിയമത്തിനാണത്. അത് നിയമമാണ് ബാധകമാക്കുന്നതിന്. അവനെ നിർത്തേണ്ടത് ഇതുപോലെയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ ആദിവാസികളുടെ വിഭാഗത്തിൽ 10-35 വിഭാഗങ്ങളുണ്ട് ആദിവാസികളുടെ കൂടെ. അതിൽ ഏറ്റവും കൂടുതൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതും മന്ത്രിയായതും ഉള്ളവരെല്ലാം മിക്കതും കുറിച്ച വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നാണ്. അതെ അതെ, അത് സംശയമില്ല കാര്യത്തിൽ. അതിൻ്റെതായ ഒരു പുരോഗതി ആ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇല്ല ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഞാൻ ഒരു കുറഞ്ഞ വിദ്യാഭ്യാസം, കൂടുതൽ വിദ്യാഭ്യാസം എത്തിക്കഴിഞ്ഞ് അറിവ് നേടിക്കഴിഞ്ഞാൽ എൻ്റെ സമൂഹത്തിലേക്ക് തിരിച്ചു പോകാനും എൻ്റെ സമൂഹത്തെ വളർത്തിയെടുക്കാനും ഞാൻ താല്പര്യം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സൂചന അതാണ്. ഇപ്പം ഞാൻ ഇവിടെ നമ്മുടെ IC ബാലകൃഷ്ണനുണ്ട്, ML OR കേളുവട്ടൻ. ഈ IC ബാലകൃഷ്ണനൊക്കെ നിയമസഭയിൽ എന്തെങ്കിലും പറയുന്നതായിട്ട് നിങ്ങളും കേട്ടിട്ടുണ്ടോ? ഞാൻ രാഷ്ട്രീയം പറയല്ല, കേളുവട്ടൻ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ കേളുവട്ടൻ ഞാൻ വിമർശിക്കാണ്, മന്ത്രിയാണ് പറഞ്ഞ് ഞാൻ വിമർശിക്കാണ്. എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. KC കുഞ്ഞിരാമൻ, MP രാജൻ മാസ്റ്റർ, നിങ്ങൾ കേട്ട് കാണും, വയനാട്ടിലെ വള്ളിയൂർക്കാവിൻ്റെ അടുത്ത് അയാൾ താമസം. MP രാജൻ മാസ്റ്റർ, അയാൾ പറഞ്ഞത് കേട്ടില്ല. പിന്നെ K രാഘവൻ മാസ്റ്ററുടെ ഭാര്യ രാധാരാഘവൻ, ഇവരൊക്കെ നിയമസഭയിൽ പോയ ആളുകളല്ലേ. എന്തുകൊണ്ട് ആദിവാസിനെ പറ്റി ഒരു പുനഃപരിശോധന നടത്തണം എന്ന് പോലും നിയമസഭയിൽ പറയാത്ത എന്തുകൊണ്ട്? നിർത്താം. ഓക്കെ, ചെയ്യുന്നത് തെറ്റാണ്. രാമേട്ടനോട് നിർത്താൻ പറഞ്ഞതല്ല, സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോൾ നമ്മൾ നിർത്തുകയാണ്. കാരണം ഇതിങ്ങനെ പോവും. പണ്ട് ഒരു ഉമ്മമാർ അക്കരെ പോയ പോലെ ഉണ്ടാവും സംഭവം. ഒരു ചാക്ക് നിറയെ അറിവിൻ്റെ നെന്മണികളുണ്ട്. അത് 2-3 എണ്ണം നമുക്ക് തന്നിട്ടുള്ളൂ രാമേട്ടൻ. നമുക്ക് അവസരമുണ്ട് ഇനിയും. വയനാട്ടിൽ ചെന്ന രാമേട്ടനെ കാണാം. അവിടെ ചെന്നാൽ ഒരു ഗ്ലാസ് നല്ല അരിയുടെ മധുരപ്പായസം രാമേട്ടൻ തരും. അത് രാമേട്ടൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റി അതാണ്.
പിന്നെ അവിടെ അമ്പും വില്ലും ഉണ്ട്, നമ്മളെ കൊണ്ട് അമ്പ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രകൃതിയോട് കുറേ കൂടി അടുപ്പിക്കാൻ രാമേട്ടന് സാധിക്കുന്നുണ്ട്. ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ ഭാഗ്യം എന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രം എത്തിപ്പെട്ട ആളാണ് ഞാൻ. അതിൽ ഏറെ സന്തോഷത്തോടെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം.